മഹാന്മാരുടെ വ്യസനം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പം ഒരു അനുഗ്രഹത്തിന് കൂടി കാരണമാവും. മഹാഭാരതം സംവദിക്കുന്നത് ഒരു സമൂഹത്തിനോടാണ്. കാരണം മഹാഭാരതം യുദ്ധങ്ങളുടെ കഥയാണ്. രണ്ടും എഴുതിയത് ഒരേ ആളാണ്, വ്യാസനാണ്. പക്ഷേ രണ്ടിലെയും കഥാപാത്രങ്ങൾ രണ്ട് തരത്തിലാണ് ആവിഷ്കരിക്കപ്പെട്ടത്. അതാണ് നമുക്ക് ഉള്ള ഏറ്റവും വലിയ അത്ഭുതം. അപ്പം നമ്മളുടെ ചോദനകളെ എങ്ങനെ നിവർത്തിക്കാം എന്നുള്ളതാണ് നിവൃത്തി മാർഗം. ആ നിവൃത്തി മാർഗം പഠിപ്പിക്കുന്ന വേണം. സാറിനെ കുറിച്ച് പറയുവാണെങ്കിൽ സാർ അംബേദ്കർ പുരസ്കാരം വാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതല്ലാതെയും ഇപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞാല് ഹിന്ദു ആയിക്കോട്ടെ, മുസൽമാൻ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഈ പുരാണം അല്ലെങ്കിൽ ഇതുപോലത്തെയുള്ള പുസ്തകങ്ങൾ വായിക്കുക, അത് മനസ്സിലാക്കുക എന്നുള്ളത്, ഇപ്പൊ സത്യം പറയാൻ ഞാനൊരു ഹിന്ദു ആയിരുന്നിട്ട് കൂടി ഭഗവത്ഗീതയോ മഹാഭാഗവതമോ എന്റെ വീട്ടിലെ ഭാഗവത ഇരിപ്പുണ്ട്, എന്റെ കൺമുന്നിൽ ഇരിപ്പുണ്ട്, ഇന്ന് വരെയായിട്ട് ഞാനത് തുറന്നു നോക്കാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെയുള്ളവരാണ് ഭൂരിഭാഗവും. അപ്പോ സാറും ഇങ്ങനെ ഇടക്കാലത്ത് വെച്ചിട്ടാണോ ഈ ഒരു ഇത് നമുക്ക് നോക്കാം, വായിക്കാം, ഇതിനോടൊരു ഇഷ്ടവും താല്പര്യമൊക്കെ എങ്ങനെയാ വന്നത്? തീർച്ചയായിട്ടും. കാരണം ഞാൻ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ എൻ്റെ ഔദ്യോഗികമായിട്ട് ജോലി തിരക്കുകളുടെ ഇടയിൽ പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും കൂടുതലായി ശ്രദ്ധ കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഈ സപ്താഹങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതിൻ്റെ പരപ്പ് മാത്രം നോക്കുക, ആഴം നോക്കാത്ത ഒരവസ്ഥ എനിക്കും വന്നിരുന്നു. പിന്നെ അവിടെ നടക്കുന്നുണ്ട്, നമ്മളതിലെ പോവും, നമ്മളതിൽ എന്തെങ്കിലും വിമർശിക്കാനുണ്ടോ അത് മാത്രം കാണുക. ആ രൂപത്തിൽ ഇന്നത്തെ ചെറുപ്പക്കാരും കുറേ പേര് ആ രൂപത്തിൽ ആണ് ഇതിനെ കാണുന്നത്. പക്ഷേ കാരണം അവരോട് നമ്മൾ സംവദിക്കേണ്ട രീതി കുറച്ച് മാറ്റിയാൽ അവർക്കും ഇത് എന്താണ് എന്നുള്ളത് മനസ്സിലാവും. അപ്പം ഭാഷയിലൊരു പരിഷ്കരണം തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം പഴയ ശൈലിയിലുള്ള വായനാ പ്രഭാഷണങ്ങൾ അതൊക്കെയാണ് പല സ്ഥലങ്ങളിലും നടക്കുന്നത്. അപ്പോൾ അത് കേട്ട് നിൽക്കാൻ ഉള്ള ഒരു താല്പര്യക്കുറവും കൂടി ചെറുപ്പക്കാരുടെ ഇടയിലുണ്ട് എന്നെനിക്ക് തോന്നി. അപ്പോൾ ചെറുപ്പക്കാരോട് സംവദിക്കേണ്ട ആ ഒരു ഭാഷ, ആ രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് അനുഭവത്തിൽ കൂടെ മനസ്സിലായി. അപ്പോൾ ഈ 2018 നമ്മൾ കോവിഡ് വന്ന 2-3 വർഷം നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാതെ വളരെയധികം വിഷമിച്ചൊരു കാലഘട്ടമായിരുന്നല്ലോ. ആ സമയത്ത് കൂടുതലായിട്ട് ഇതൊക്കെ വായിക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള അവസരം എനിക്ക് കൈവന്നു. അപ്പോഴാണ് ഞാനിതിൽ കൂടുതൽ ആഴത്തിൽ ഇതിലേക്ക് ഇറങ്ങിച്ചെന്നത്. അതിന് തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഉപയോഗപ്പെട്ടത് പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ ഈ ഭാഗവതം വ്യാഖ്യാനം ഉണ്ട്. അത് ഗുരുവായൂർ ദേവസ്വം ഏറ്റവും വില കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ 8 വോളിയം ആ പുസ്തകത്തിന് അവർ വളരെ കുറഞ്ഞ സംഖ്യ 1250 രൂപയ്ക്കാണ് അത് വാങ്ങുന്നത്. അത് വായിക്കാൻ കഴിഞ്ഞപ്പോൾ ആണ് ഇതിൻ്റെ ആഴം എനിക്ക് ബോധ്യപ്പെട്ടത്. അപ്പോൾ ഇതിലിപ്പം കൂടുതലായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മളോടാണ് ഈ ഭാഗവതം യഥാർത്ഥത്തിൽ സംവദിക്കുന്നത്. മഹാഭാരതം സംവദിക്കുന്നത് ഒരു സമൂഹത്തിനോടാണ്. കാരണം മഹാഭാരതം യുദ്ധങ്ങളുടെ കഥയാണ്. അത് പ്രവൃത്തി മാർഗത്തെക്കുറിച്ചാണ് കൂടുതലായിട്ട് പറയുന്നത്. രണ്ടും എഴുതിയത് ഒരേ ആളാണ്, വ്യാസനാണ്. പക്ഷേ രണ്ടിലെയും കഥാപാത്രങ്ങൾ രണ്ട് തരത്തിലാണ് ആവിഷ്കരിക്കപ്പെട്ടത്. അതാണ് നമുക്ക് ഉള്ള ഏറ്റവും വലിയ അത്ഭുതം. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു സന്ദർഭം പറയാം. മഹാഭാരതത്തിൽ ഭീമസേനൻ്റെ ഗദ കൊണ്ടുള്ള അടിയേറ്റ് തകർന്ന് കിടക്കുന്ന ആ ദുര്യോധനൻ്റെ മുമ്പിൽ അശ്വത്ഥാമാവ് വരികയാണ്. അശ്വത്ഥാമാവ് എന്ന് പറഞ്ഞാൽ പ്രതികാരത്തിൻ്റെ മൂർത്തി രൂപമാണ് അശ്വത്ഥാമാവ് ചെയ്ത ക്രൂരത എത്ര വലുതാണ്. കാരണം ഒന്നും അറിയാതെ ആ പാണ്ഡവ ശിബിരങ്ങളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ പഞ്ചപാണ്ഡവന്മാരുടെ മക്കൾ 5 പേര് തീ വെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സന്തോഷത്തോടു കൂടി ദുര്യോധനൻ്റെ അടുത്ത് വരികയാണ്, ഞാനത് ചെയ്തു എന്ന് പറഞ്ഞ്. അപ്പോൾ കുറേ ആൾക്കാരെ വെട്ടിക്കൊന്നു, ഞാൻ ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഈ ധർമ്മത്തിന് ഒട്ടും നിരക്കാത്ത തരത്തിലുള്ള യുദ്ധം, അതാണ് ഏകപക്ഷീയമായിട്ടുള്ള അക്രമം. അതാണ് അശ്വത്ഥമാവ് ചെയ്തത്. അത് ചെയ്ത ആ കാര്യം ദുര്യോധനനോട് പറഞ്ഞപ്പം ദുര്യോധനൻ സന്തോഷത്തോടു കൂടിയിട്ട് ഒന്ന് മുരണ്ടു. എന്നിട്ട് അശ്വത്ഥാമാവിനെ അഭിനന്ദിച്ചു എന്നാണ് മഹാഭാരതം പറയുന്നത്. എന്നാൽ അതേ കഥ ഭാഗവതത്തിൽ എത്തുമ്പോൾ
ഇതേ കാര്യം പറയുമ്പോൾ ദുര്യോധനൻ വിഷണ്ണനായി അദ്ദേഹം ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു കടന്നു. ഇപ്പോൾ ഒന്നും പറഞ്ഞില്ല, എന്നാലും അത് വേണ്ടിയിരുന്നില്ല എന്ന് മനസ്സിൽ തോന്നി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരേ ആൾ എഴുതിയ 2 ഗ്രന്ഥങ്ങളിൽ 2 തരത്തിൽ ആവിഷ്കരിച്ചു എന്ന് പറയുമ്പോൾ ഇത് ഈ മഹാഭാരതവും ഭാഗവതവും തമ്മിലുള്ള വ്യത്യാസം അത് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഭാഗവതം പഠിപ്പിക്കുന്നത് നിവൃത്തി മാർഗത്തെക്കുറിച്ചാണ്. കാരണം എങ്ങനെ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ് ഭാഗവതം പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് മഹാഭാരതം പ്രവൃത്തി മാർഗമാണ്, എങ്ങനെ ആക്ട് ചെയ്യാം എന്നാണ്. അപ്പോൾ ഇതിലൊരു കാര്യമുണ്ട്. ഉദാഹരണമായിട്ട് പ്രവൃത്തി ശരിക്കും നമ്മളെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ വിശന്നാൽ ഭക്ഷണം കഴിക്കണം, അതിന് ഭക്ഷണം കിട്ടാനുള്ള രീതി എന്താണോ അത് നോക്കണം. അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ. കാരണം നമുക്ക് ജന്മന ഇതൊക്കെ അറിവുണ്ടല്ലോ. നേരെ മറിച്ച് നമ്മളിപ്പോൾ 4 പേര് കൂടി ഇരിക്കുന്നുണ്ട്, ഒരാൾക്കുള്ള ഭക്ഷണമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 4 പേർക്ക് ഭക്ഷണം ഇല്ലെങ്കിൽ ആ ഭക്ഷണം നമുക്ക് പങ്കുവെക്കാം എന്നുള്ള ആ ഒരു ബോധം ഉണ്ടാവണമെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ഒരു നിവൃത്തി മാർഗം നമുക്കുണ്ടാവണം, അല്ലേ? നമുക്ക് നേരെ മറിച്ച് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ഫുഡ് എനിക്ക് മാത്രം കിട്ടിയെങ്കിൽ നിങ്ങളെ 3 പേരോട് ഞാൻ ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറഞ്ഞ് പോയിട്ട് എനിക്ക് അതാകുമ്പോൾ പ്രവൃത്തി മാർഗ്ഗമാണ്. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും പങ്കുവെക്കാം എന്ന് പറയുമ്പോൾ അത് നിവൃത്തി മാർഗ്ഗമാണ്. അപ്പോൾ നമ്മളുടെ ചോദനകളെ എങ്ങനെ നിവൃത്തിക്കാം എന്നുള്ളതാണ് നിവൃത്തി മാർഗം. ആ നിവൃത്തി മാർഗം പഠിപ്പിക്കുന്ന വേണം. കാരണം അല്ലാതെ അത് കുറേ നമുക്കറിയാം, കുറേ ജന്മന ചില ആൾക്കാരിൽ അത് ഉണ്ടാവും എന്നിരുന്നാൽ തന്നെയും അതിനും ഒരു നിവൃത്തി മാർഗം നിലനിൽക്കണമെന്നുണ്ടെങ്കിലും അതിൽ ഒരു പ്രവൃത്തി വേണം എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കിയിട്ട് വേണം ഈ 2 പുരാണങ്ങളെയും, മഹാഭാരതത്തെയും അതേപോലെ തന്നെ ഭാഗവതത്തെയും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ. ഒറ്റ നോട്ടത്തിൽ നമുക്ക് കുറേ വൈരുദ്ധ്യങ്ങൾ തോന്നും രണ്ടും. ഇതിലെന്താ അങ്ങനെ, അതിലെന്താ. അപ്പം പൊതുവേ നമ്മുടെ സനാതന ധർമ്മത്തിലുള്ള പുരാണങ്ങളിലുള്ള ഒരു പ്രശ്നം അതാണ്. കാരണം ഒരു ഭാഗത്ത് ഒരു കാര്യം പറയണു, വേറൊരു ഭാഗത്ത് വേറൊരു കാര്യം പറയണു. ഇത് രണ്ടും വിരുദ്ധമാണ് നമുക്ക് തോന്നുന്നു. അതിന് കാരണം എന്താ വെച്ചാൽ ഇതിലൊക്കെ ആ സമ്പ്രദായങ്ങൾ, രീതിശാസ്ത്രങ്ങൾ വ്യത്യസ്തമാണ്. അത് മനസ്സിലാക്കുക. അതും കൂടി എൻ്റെ ഒരു ഉദ്ദേശമായിരുന്നു. ഈ ഭാഗവതം എങ്ങനെയാണ് മഹാഭാരതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് എന്നുള്ളത്. അത് എനിക്ക് കഴിയുന്ന രൂപത്തിൽ ഈ പുസ്തകത്തിൽ ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ധാരാളം വായനക്കാർ ഇത് വായിച്ചിട്ട് എന്നോട് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ. പിന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു വ്യാസന് ഒരു വ്യസനം തോന്നി എന്നുള്ളത്. സത്യത്തിൽ വ്യാസന് വ്യസനം തോന്നേണ്ട ആവശ്യമില്ല. കാരണം വ്യാസൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആചാര്യനാണ്. ദ്വാപര യുഗത്തിലെ ആചാര്യനാണ്, ആചാര്യസ്ഥാനം അലങ്കരിക്കുന്ന ആളാണ് വ്യാസൻ. അപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും വ്യസനം തോന്നേണ്ട ആവശ്യമില്ല. എന്നാലും അദ്ദേഹത്തിന് വ്യസനം തോന്നി. അത് ഭാഗവതത്തിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശമ്യാപ്രാസം എന്നാണ് വ്യാസൻ്റെ ആശ്രമത്തിൻ്റെ പേര്. അപ്പോൾ സരസ്വതി നദീ തീരത്ത് ശമ്യാപ്രാസം എന്ന ആശ്രമത്തിൻ്റെ മുന്നിൽ സന്ധ്യാവന്ദനം ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തിനെന്നറിയാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു വല്ലായ്മ തോന്നി. എന്താണെന്നറിയില്ല. സാധാരണഗതിയിൽ എപ്പോഴും ആനന്ദം മാത്രം നിറഞ്ഞ് കവിഞ്ഞ് ഇരിക്കുന്ന ആ ഒരു മനസ്സിനുടമയാണ് വ്യാസൻ. പക്ഷേ എന്താണ് ഇന്ന് പതിവില്ലാതെ എനിക്കൊരു വല്ലായ്മ തോന്നുന്നത് എന്നാലോചിച്ചു. അങ്ങനെ ആലോചിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് നാരദ മഹർഷി പ്രത്യക്ഷപ്പെട്ടു. അപ്പം നാരദ മഹർഷി അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് വ്യാസരെ അങ്ങേക്കൊരു മ്ലാനത, എന്ത് സംഭവിച്ചു? അങ്ങ് വേദങ്ങൾ, ശാസ്ത്രങ്ങൾ ഇതെല്ലാം പഠിച്ച, ഇതെല്ലാം പ്രചരിപ്പിച്ച ആളല്ലേ? അദ്ദേഹം അങ്ങ് 18 പുരാണങ്ങൾ എഴുതി. ആ പുരാണങ്ങളെല്ലാം ഇന്ന് എല്ലാവരും അത് വായിച്ച് അങ്ങയെ സദാ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങക്ക് യഥാർത്ഥത്തിൽ കൃതാർത്ഥതയല്ലേ തോന്നേണ്ടത്? എന്തുകൊണ്ടാണ് അങ്ങക്ക് തോന്നാതെ ഇങ്ങനൊരു വ്യസനം തോന്നുന്നത്? അപ്പോൾ ഈ മഹാന്മാരുടെ ഇതിന് വ്യസനം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പം ഒരു അനുഗ്രഹത്തിന് കൂടി കാരണമാവും. കാരണം പറയാറുണ്ട്, മഹാന്മാർ അവർക്ക് ക്രോധം ഉണ്ടായാൽ വരെ അത് അനുഗ്രഹമായി മാറും, വ്യസനം ഉണ്ടായാലും അനുഗ്രഹമായിട്ട് മാറും. അപ്പോൾ നാരദ മഹർഷി അത് മുൻകൂട്ടി കണ്ടു. ആ വ്യസനം ചിലപ്പം വേറൊരു ലോകാനുഗ്രഹത്തിനുള്ള വഴി ഒരുക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ നാരദ മഹർഷി തന്നെ പറഞ്ഞു, എനിക്ക് തോന്നുന്നു അങ്ങയുടെ ഈ വിഷമത്തിന് കാരണം എന്താ വെച്ചാൽ
അങ്ങ് മഹാഭാരതത്തിൽ ധർമാധർമ്മങ്ങളെല്ലാം വേർതിരിച്ച് തലമുടിയുടെ നീര് എങ്ങനെയാണോ വിഭജിച്ച് കീറി മനസ്സിലാക്കുക ആ രൂപത്തിൽ ഓരോരുത്തർ ഭീഷ്മരുടെ ധർമ്മം, ദുര്യോധനൻ്റെ ധർമ്മം വരെ അങ്ങ് ഇങ്ങനെ അതിൽ ആവിഷ്കരിച്ചു. അപ്പോൾ സാധാരണ ജനങ്ങൾ ഇത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ വലിയ ആൾക്കാർക്ക് ഈ ധർമാധർമ്മങ്ങളും അതിലുള്ള വ്യത്യാസമൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ സാധാരണക്കാർക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. പലരും ഇതിനെ നേരായ രീതിയിൽ മനസ്സിലാക്കിയില്ല. അത് എന്താണോ അങ്ങ് ഉദ്ദേശിച്ച അർത്ഥം, ആ അർത്ഥത്തിൽ ഇത് മനസ്സിലായില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അരയന്നങ്ങൾ ആണ് ആ പൊയ്കയിൽ കൂടെ നീന്തുന്നത്. പക്ഷേ ഇന്ന് കാക്കകളാണ് അത് ആ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ വെള്ളം കുടിച്ചിട്ട് നടക്കുന്നത്. ആ അവസ്ഥയൊക്കെ എത്തി. അതാണോ അങ്ങയുടെ ദുഃഖത്തിന് കാരണം എന്ന് തോന്നി. അപ്പോൾ ശരിയാണ്, അദ്ദേഹത്തിന് തോന്നി. കാരണം ഇന്നും നമുക്കറിയാലോ, മഹാഭാരതത്തിൻ്റെ വിമർശനങ്ങൾക്ക് ഒരു അവസാനം ഇല്ലല്ലോ. ഈ കാലത്ത് പോലും മഹാഭാരതത്തിലെ നല്ല കഥാപാത്രങ്ങളെ മോശക്കാരായിട്ടും ദുഷ്ട കഥാപാത്രങ്ങളെ നന്മ നിറഞ്ഞവരായിട്ടും ഒക്കെ ചിത്രീകരിക്കുന്നു അല്ലേ? അതതിൻ്റെ ഒന്നും അപ്പോൾ അത് വളരെ കൃത്യമായിട്ട്. അപ്പം ഒരു വില്ലാളി ഒരു ലക്ഷ്യം നോക്കി ഒരു അമ്പ് ചെയ്യുമ്പം ആ അമ്പ് ലക്ഷ്യസ്ഥാനത്ത് തന്നെ കൊള്ളുകയാണ് എന്ന് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു കൃതാർത്ഥത തോന്നും. അപ്പം അതേപോലെ ഉള്ളൊരു കൃതാർത്ഥത വ്യാസർക്ക് മഹാഭാരതത്തിൽ തോന്നിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, അങ്ങൊരു കാര്യം ചെയ്യണം. അങ്ങ് ഭഗവാന്റെ ആ മഹത്വം വർണ്ണിച്ചുകൊണ്ട് ആർക്കും ഒരു വായിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും മറ്റൊരാൾ പറഞ്ഞ് കേൾക്കുമ്പോഴും ആ ആനന്ദം തോന്നുന്ന തരത്തിലുള്ള ഒരു ഗ്രന്ഥം അങ്ങ് എഴുതണം എന്ന് പറഞ്ഞു. അപ്പം നാരദ മഹർഷി എന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എന്ത് എഴുതണം എന്നുള്ളതും പറഞ്ഞു കൊടുത്തു. എന്താ വെച്ചാൽ എൻ്റെ പിതാവായ ബ്രഹ്മാവ് എനിക്ക് അത് ഉപദേശിച്ചു തന്നിട്ടുണ്ട്. ബ്രഹ്മാവിന് അത് പറഞ്ഞു കൊടുത്തത് മഹാവിഷ്ണുവാണ്. അപ്പം ഭഗവാൻ മഹാവിഷ്ണു തന്നെ ബ്രഹ്മാവിന് ഉപദേശിച്ചതും ബ്രഹ്മാവ് എനിക്ക് ഉപദേശിച്ചതും ആയ ആ ഭാഗവതം ഇതാണ് എന്ന് പറഞ്ഞ് വ്യാസരുടെ മനസ്സിൽ അത് തെളിയിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ വ്യാസർ ഈ ഭാഗവതം എഴുതി. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ വിചിത്ര വ്യസനത്തിന് അന്ത്യം ആയി. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വലിയൊരു അറിവ് ഇതിലൂടെ നമുക്ക് കിട്ടും ചെയ്തു. അതാണ് യഥാർത്ഥത്തിൽ ഭാഗവതത്തിൻ്റെ വേറൊരു മേന്മ. താങ്ക് യു സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.